എന്തിനാ പുള്ളിക്കാരൻ എന്നോട് അങ്ങനെ ചോദിച്ചു? ആര്? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ അർജുൻ മനാഫ് ഇഷ്യൂസും ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ടോപ്പിക്കും കോണ്ടന്റ്സും ഒക്കെ ആയിരുന്നില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീക്കെൻഡൊക്കെ ആയിട്ട് നിങ്ങളൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും, ഒന്ന് ചിരിക്കി, അതല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം കൊണ്ടൊന്നുമല്ല, ഒന്ന് സമാധാനമായിട്ട് മനസ്സറിഞ്ഞ് ചിരിച്ച് കളിച്ചുള്ളൊരു നല്ലൊരു എന്താ പറയുക ഒരു കോണ്ടന്റ് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് പോവാം. തുടക്കം തന്നെ പറയാലോ, ഇതൊരു വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട്. ആര്? ഞാൻ പറഞ്ഞു, എടി നീ ലണ്ടനിൽ വരുന്നോന്ന് വെച്ചു. ഞാൻ പറഞ്ഞാൽ വരുന്നു, ആരൊക്കെ ഉണ്ടെന്ന് വെച്ചപ്പോൾ ഞാനുണ്ട്. മണിച്ചേട്ടനുണ്ടോ എന്ന് പറഞ്ഞു. എടി മണിച്ചേട്ടനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ സന്തോഷമായി. അങ്ങനെ ലണ്ടനിൽ പോയപ്പോഴത്തേക്ക് ദേ കൊണ്ടുപോകണു. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു സ്പോൺസർ, അവിടുത്തെ സ്പോൺസർ കൊണ്ട് അങ്ങോട്ട് കൈമാറി കൊടുത്തു. ലണ്ടനിൽ ചെന്നപ്പോഴത്തേക്ക് നീ ആ കാറിലോട്ട് കയറി പോക്കോളാൻ പറഞ്ഞു. അതേപോലെ നിങ്ങള് നീ കയറി പോകുന്നുണ്ടോ? ആ കയറി പോകാൻ നോക്കോ, ഞങ്ങൾ പുറകെ വരും ഇങ്ങനെ പറയുന്നേ. അപ്പം ഞാൻ തന്നെ കയറിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു, ഞാനൊരു ലേഡി തന്നെ. ഇയാൾ എന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോകണം. അവിടെ കൊണ്ട് നല്ല ഉഗ്രമാണ്, അടിപൊളി റൂമൊക്കെ, സൂപ്പർ റൂം. എനിക്കൊരു ശ്വാസം മുട്ടില്ല. എനിക്ക് തന്നെ ഒരു റൂമിൽ എപ്പോഴും പേടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ദൈവമേ, ഞാൻ പിന്നെ ഡോറൊക്കെ ഒന്ന് തുറക്കാം, വിൻഡോ ഒക്കെ എന്താ എനിക്കൊരു ഫ്രഷ് എയർ കയറാമെന്ന് പോലെ ഒരു സൈക്കാട്രിക് പ്രോബ്ലം പോലെ വരും. പക്ഷേ ഇദ്ദേഹം ഈ സൂട്ടും കോട്ടും ഇട്ട സ്പോൺസർ വന്നു. എന്നിട്ട് ഇങ്ങനെ കഥകൾ കുറ്റിയിടുക, അടയ്ക്കുന്നത്. ഞാൻ പറഞ്ഞേ എന്തിനാ അടയ്ക്കേണ്ട ആവശ്യമില്ല, കുറ്റിട്ടുണ്ടാ എന്ന് പറഞ്ഞേ. അല്ല ഞാനിവിടെ മിനുവിൻ്റെ കൂടെയാ. ഞാൻ എൻ്റെ കൂടെയോ? എന്തിന് ചോദിച്ചു. പറഞ്ഞില്ലേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ ഇന്ന് മിന്നുവിൻ്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞോ, എനിക്കതിന് സാധിക്കത്തില്ല. ഞാൻ അതിനും അല്ല വന്നത്. ഞാൻ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും സ്കിറ്റ് ചെയ്യാനാണ് വന്നത്. ഞാനല്ലാണ്ട് ആരുടെയൊന്നും ഞാൻ പോകത്തില്ല. അങ്ങ് മുഖത്തടിച്ച് പറഞ്ഞു. ഛേ, ഇതെന്തൊരു പരിപാടിയാണ് ചെയ്തത്. പുള്ളി അങ്ങ് ആകെ ഇതായിപ്പോയി. എന്ത് പരിപാടിയല്ല, ഭയങ്കര മോശമായി പോയി. ഇങ്ങനെയൊക്കെയാണോ? ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ഇവിടം വരെ വന്നോയില്ലേ? പുള്ളി അങ്ങ് ആകെ ഇതായിപ്പോയി. അപ്പോൾ ഞാൻ വരത്തില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ അവിടെ നിന്നു. ഇപ്പം എന്താ ചെയ്യുക? ഞാനും ചോദിക്കാം ഇങ്ങനെ. ലാസ്റ്റ് പുള്ളി പറയണേ, എനിക്കൊരു സഹായം ചെയ്യാമോ? എന്നുവെച്ചാൽ എന്താ? ഞാൻ എൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നത്, ഇന്ന് രാത്രി വരത്തില്ല എന്ന്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്ന് അതൊരു സംശയത്തിനിടയാകും. ദയവ് ചെയ്ത്, അപ്പോൾ 2 കട്ടിലാണേ, അപ്പുറത്തെ കട്ടിലേൽ ഞാൻ അവിടെ കിടക്കുന്നതിന് മിനുവിന് വലിയ വിരോധമുണ്ട്. ഞാൻ ഒന്നും നോക്കത്ത് പോലും ആ സൈഡിലോട്ട് പോലും നോക്കത്തില്ല. ഞാൻ ഒരു കുഴപ്പമില്ല, ഞാനും യാത്ര ചെയ്ത് വന്നേക്കുന്നതാണ്, എന്നോട് സംസാരിക്കാൻ പോലും നിൽക്കരുത്, എനിക്ക് നന്നായിട്ട് ഉറങ്ങണം. അവിടെ കിടന്നുറങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല. പുള്ളി സൂട്ടും കൂട്ടൊന്നും ഊരാതെ, ഷൂ പോലും ഊരാതെ പാവം അവിടെ പോയിട്ട് ആര് വിളിച്ചാലും കൂടെ പൊക്കോളും. ആരെപ്പോൾ റൂമിലോട്ട് വിളിച്ചാലും ഒന്ന് പോയി നോക്കും. നമ്മളെ ബാലേന്ദ്രമേൻ ഒരു വട്ടമല്ല, ഒരു സിനിമ കഴിയുന്ന 3 വട്ടം വിളിച്ച്. ആദ്യം വിളിച്ചു രാത്രി 1 മണിക്കാണ്, എന്തോ ഡയറക്ടർ ഡിസ്കസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞ് പോയി. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു പെണ്ണിനെ ചീത്ത പറയുന്നത്, ഒരു പെണ്ണിനെ സെക്സിന് എന്താ പറയുക നിർബന്ധിക്കുന്നതും അവിടെ കണ്ടിരുന്നിട്ട് തിരിച്ചു പോരുന്നു. അടുത്ത ദിവസം വീണ്ടും വിളിക്കുന്നു. അപ്പം അമ്മനോട് ഞാനിപ്പം വരാം, എന്തോ ഡയറക്ടർക്ക് എന്തോ ഡിസ്കസ് ചെയ്യണമെന്ന് വീണ്ടും പോകുന്നു. അന്ന് 3 പെൺപിള്ളേരെ ഈ പറഞ്ഞ ബാലേന്ദ്രമേനോൻ എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് നോക്കി അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അടുത്ത ദിവസം വീണ്ടും ബാലേന്ദ്രമേനോൻ രാത്രി 1 മണിക്ക് വിളിക്കുന്നു. വീണ്ടും ചേച്ചി അവിടെ പോകുന്നു. അന്ന് ചേച്ചിയുടെ മുമ്പെന്ന് പറഞ്ഞ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് മേലോട്ട് എന്തൊക്കെ തെറിപ്പിച്ചു എന്ന് പറയുന്നു. അവസാനം അത് ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ മേലായി. അത് അവിടെ തന്നെ വാഷ്റൂമിൽ പോയി കഴുകുന്നു. വീണ്ടും തിരിച്ച് റൂമിലോട്ട് പോകുന്നു. മുകേഷിൻ്റെ കൂടെ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ജയസൂര്യ അത് ചെയ്യുന്നു. കലാഭവൻ കയറി പിടിക്കുന്നു. എൻ്റെ തമ്പുരാനെ, ഈ ലോകത്തുള്ള 8Z ആൾക്കാരും ഒക്കെ ചേച്ചി എല്ലായിടത്തും അതൊരു വല്ലാത്തൊരു ഇതാട്ടോ. ഇവർ പറയുന്നൊക്കെ ഒരു കാര്യം ഉണ്ടാവും. സത്യം എന്താ വെച്ചാൽ ഇവരിതിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ഇവരൊക്കെ അന്ന് പോയിട്ടുണ്ടാവും. ഇവരന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇവരന്ന് നിന്ന് കൊടുത്തിട്ടുണ്ടാവും. അന്ന് ഇവർ എന്താ പറയുക വില്ലനായിരുന്നു, ഇന്നിപ്പോൾ അവർ ഹീറോ ആയി. ചെറിയൊരു ട്വിസ്റ്റ്, തിരക്കഥയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു 10 കൊല്ലത്തിന് ശേഷം നമ്മളത് വീണ്ടും പ്രസൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇവർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇവർ പോയിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ നടന്മാരും വിളിക്കുന്നില്ല, പോയിട്ടില്ല എന്ന് പറയുന്നില്ല. നമുക്ക് പറയാൻ പറ്റില്ല, ഇതൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള വേറൊരു കാരണം, ഇന്ന് ഇവരെ പറ്റി ഇവരുടെ ഫ്ലാറ്റിൽ തന്നെ താമസിച്ച് ഇവരുടെ നൈബറായിട്ടുള്ള ഒരാൾ പറയുന്നുണ്ട്, ഇവരെ കൊണ്ട് ഒരു രക്ഷയില്ല,
ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോക്കാർ പോലും വരാത്ത അവസ്ഥയാണ് ആ ഫ്ലാറ്റിലോട്ട്. കാരണം അവസാനം ഞാൻ ഓട്ടോക്കാരൻ്റെ പേരായിരിക്കും നെക്സ്റ്റ് പറയുന്നത്. ഒന്ന് കേട്ടു നോക്ക്. മിനു മുനീറിനെ അന്വേഷിച്ച് എല്ലാ ദിവസവും അവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലീസ് കയറി ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ സൈബർ സെല്ലിൽ നിന്നുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന ക്രൈം ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അവരെ ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് അവരൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അവസാനം അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ ആരായിരുന്നു അത്? അവരുടെ ഒരു പെർമനന്റ് വിസിറ്റർ ആയിരുന്നു. അവരുടെ ഫ്ലാറ്റിൽ പാതിരാത്രികളിൽ BMW പെൻസിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തോ ഒരു കാരണത്തിന്റെ പുറത്ത് അവരെ തുടക്കി കഴിഞ്ഞപ്പോൾ എന്നതാ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തു. പോലീസ് വന്ന് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ബിൽഡിങ്ങിന്റെ വിസിറ്റർ ലോഗ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത്? അവരുടെ വിസിറ്റർ അവർ പല പ്രാവശ്യം വന്നിരിക്കുന്നു, അവർ താഴെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം CCTV വിഷ്വൽസ് ഉണ്ട്. ഇന്നിപ്പോൾ സൈബർ സെല്ലിൽ നിന്നും ക്രൈം ബ്രാഞ്ചിൽ നിന്നും ഒക്കെ ആളുകൾ വന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് ഇതിന്റെ എല്ലാം വിഷ്വൽസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മിനു മുനീറിന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തോന്നിയത് അവർ പറയുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് വരെ പേടിയായിരിക്കും ഇവരുടെ വണ്ടിയിൽ കയറാൻ, ഇവരെ വണ്ടിയിൽ കയറ്റാനായിട്ട്. കാരണം നാളെ അവരെയും പിടിപ്പിച്ചൊന്നും പറഞ്ഞു കൊടുക്കും. അവര് വളരെ തോന്നിവാസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ, നാട്ടുകാരെയാണെങ്കിലും നൈബേഴ്സ് ആണെങ്കിലും ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ, നമ്മൾ ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഈ നാട്ടുകാർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ആ ഫ്ലാറ്റിലേക്കുള്ള വഴിയിൽ എപ്പോൾ നോക്കിയാലും മീഡിയ പേഴ്സൺസും മീഡിയ ക്യാമറാസും പോലീസും ബഹളമൊക്കെ ആയിട്ട് സത്യത്തിൽ ഞങ്ങൾ ഈ നൈബർഹുഡിലുള്ള ആൾക്കാരുടെ സ്വസ്ഥമായ ജീവിതം ഈ സ്ത്രീ തകർത്തേക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരനെയും ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ സിനിമാക്കാരെ മാത്രമല്ല, ഇവരുടെ ആയിട്ട് സഹകരിച്ചിട്ടുള്ളവരെ മാത്രമല്ല, ഇവരെ കണ്ടുപരിചയം പോലും ഇല്ലാത്തവർക്കും ഇവരൊരു ഉപദ്രവമാണ്. സത്യത്തിൽ ഇതാണ് അവസ്ഥ. ഇവർ ജീവിക്കുന്ന സൊസൈറ്റി, അതായത് ഏതാണെങ്കിലും അതിൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ, ഇവരുടെ നൈബേഴ്സൊക്കെ ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ട്. പുറത്തോട്ട് വന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും ഇവരാരും മുന്നോട്ട് വരാത്തത്. കാരണം ഇവർക്ക് ആ പറഞ്ഞ സാധനമല്ലല്ലോ. ഇവർ മേക്കപ്പും ചെയ്തിട്ട് എന്നെ എന്താ പറയുക പീഡിപ്പിച്ചു, നമ്മുടെ ഇടപാടും കാര്യങ്ങളൊക്കെ ഇത്ര സന്തോഷത്തോടു കൂടി റിലാക്സ്ഡ് ആയിട്ട് ഇവരിങ്ങനെ പൊട്ടിച്ചിരിച്ച് പറയുമ്പം ഈ കൂടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആരും പുറത്തോട്ട് വരാത്തത്. ഇന്ന് അതിനേക്കാൾ വലിയൊരു അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട് ഇവർക്കെതിരെ. അതായത് UAE ഇന്ത്യൻ കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അവിടെ സോഷ്യൽ എന്താ പറയുക വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലേഡി, അവിടേക്ക് നാട്ടിൽ നിന്ന് ഇവരാണെന്ന് പറയുന്നു. ഇവരും ഒരാണും ഇവരൊരുപാട് പെൺപിള്ളേരെ അവിടെ റിസപ്ഷൻ, അതായത് UAE റിസപ്ഷൻ ജോബാണ്, അങ്ങനത്തെ പല ജോബുകളും ഉണ്ടെന്നും പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് വിടുന്നു. അവിടെ ചെന്നിട്ട് അവിടെ ഇവർക്കൊരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് വരുന്ന യുവതികളുടെ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചിട്ട് മോശമായിട്ടുള്ള പ്രവൃത്തികൾക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട 1-2 പേര് ഈ പറഞ്ഞ സ്ത്രീയുടെ അടുത്ത് വരുന്നു. അങ്ങനെ അവർ കാര്യങ്ങൾ പറഞ്ഞപ്പം ആ പറഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്ന ആൾ ഇവരാന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദുബായിന്ന് കണ്ടിരുന്നു, മീറ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു, പരിചയപ്പെട്ടിരുന്നു. പിന്നെ അന്നൊരു ചെറിയ ലൈറ്റ് ഗിഫ്റ്റ് ഒക്കെ തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് രോഗം ഉണ്ടാവുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ ഇന്നലെ മുതൽ ഈ നമ്പറിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതായത് ഈ അപവാദം പറഞ്ഞ ആ സ്ത്രീ എങ്ങനെയുള്ളതാണ് ഏതാണെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഞാനിവിടെ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ സോഷ്യൽ വർക്കറാണ്. കുറേ ലേഡീസിന് ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി അവരോട് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിലെ റിസപ്ഷനിലാണ്, മറ്റുള്ള ജോലികളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കയറ്റി വിടുന്നത് ഈ സ്ത്രീയുടെ പിന്നെ ഒരു സ്ത്രീയുടെ ഒരു ജോലിയായിരുന്നു. അങ്ങനെ കുറേ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ വന്ന് അവർ ഈ ട്രാപ്പിൽ പെട്ട് അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ വന്ന് അങ്ങനെ അവരുടെ പാസ്പോർട്ട് കപ്പയുടെ ഡീറ്റെയിൽസ് പറഞ്ഞത് ഇങ്ങനെ ഒരു ലേഡിയാണ് ഞങ്ങളുടെ പിന്നിൽ, അവളും കേരളത്തിലൊരാണും ഉണ്ട്, അവനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നല്ല ജോലിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നോട്ട് കയറ്റി വിടുന്ന എയർപോർട്ടിൽ ഇറങ്ങി അവരുടെ പാസ്പോർട്ട് വാങ്ങലാണ്. പിന്നെ ഈ ഗ്യാങ്ങിൻ്റെ ഇതിലേക്ക് അവർ കൊണ്ടുപോകണം. അവർക്ക് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത വിധമാണുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഞാനിത് അരുണിനെ വിളിച്ചിട്ട് ന്യൂസ് കൊടുത്താലോ എന്ന് വിചാരിക്കുക. കാരണം ഈ ലേഡി ഇങ്ങനത്തെ ലേഡി ഇപ്പോൾ തുടങ്ങിയിരിക്കുക. ഓരോരുത്തരാണ് അവളുടെ സ്വന്തം തെറ്റുകൾ, അവളാണ് ചെയ്യുന്ന തെറ്റുകൾ. ഇവർക്ക് എന്തിൻ്റെ സുഖേടാന്ന് അറിയത്തില്ല. ഇപ്പോൾ ഓരോരുത്തരെ വലിച്ച് ഇങ്ങോട്ടേക്ക് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതൊന്ന് പറയണമെന്ന് വിചാരിക്കുകയാണ് അരുണിനോട്. ഞാൻ അരുണിനെ ഇപ്പം ഇത് ചെയ്തിരുന്നു, കിട്ടുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ കാര്യങ്ങൾ മുഴുവനായിട്ടുള്ളത് സംസാരിക്കും. എന്തായാലും ഇതിനെതിരായിട്ട് നല്ലോണം പ്രവർത്തിക്കുക. കാരണം ഇങ്ങനെയുള്ളതിനൊന്നും വളർത്താൻ പാടില്ല. എത്ര പേരുടെ കുടുംബമാണ് തകർക്കുന്നത് ആ ലേഡി. അവളെ കുറെ ഇംഗ്ലീഷിൽ ചവച്ച് ഇങ്ങോട്ടേക്ക് വിട്ടാവുന്ന ആൾക്കാർ ഇതെല്ലാം കേട്ടെങ്കിൽ ഇതാവുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലല്ലോ, അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല, ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഒരു സെക്സ് റാക്കറ്റിന്റെ കഥകൾ തന്നെയാണ് ഇത്. ഇവരുടെ പിന്നാലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പൊളിയെന്നുള്ളത് അറിയില്ല. എങ്ങനെയാണോ SCT പോലീസും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളതും പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇവർക്കെതിരെ ഓൾറെഡി ഒരു കേസ്, ഒരു പോക്സോ കേസ് ഉണ്ട് നമുക്കറിയാം. ആ പോക്സോ കേസിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ തന്നെ സ്വന്തം എന്താ പറയുക സിസ്റ്ററിൻ്റെ മകളെ 16-ാം വയസ്സിൽ ചെന്നൈയിൽ കൊണ്ട് പല സ്ഥലത്തും കാഴ്ചവെച്ചു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും കണ്ടിട്ടുമുണ്ട്.
ആ കേസിൽ ഇവർ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള 13 or 14 കോടതികളിൽ, ജില്ലാ കോടതികളിൽ ജാമ്യത്തിന് അപേക്ഷിച്ച എല്ലാ സ്ഥലത്തുനിന്നും ജാമ്യാപേക്ഷ തള്ളിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഏത് സമയത്തും വരെ ചിലപ്പം പോലീസ് പൊക്കുമായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഇതൊക്കെയാണ് നമ്മൾ മറ്റ് ചില വാർത്തകളിലോട്ട് പോയ സമയത്ത് നമ്മുടെ ഹേമ കമ്മിറ്റിയിൽ ഇങ്ങനെ തിരികയറ്റി വെച്ചിരുന്ന നമ്മുടെ നോ ചേച്ചിൻ്റെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള, കഴിഞ്ഞ വീക്കിൽ വന്നിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കഥകൾ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു രസം തോന്നിയില്ലേ? ഒരു പൈങ്കിളി, എന്താ പറയുക, ഒരു ഫയർ മുത്തുച്ചിപ്പിയൊക്കെ വായിച്ച ഫീലൊക്കെ വരും എല്ലാവർക്കും. അപ്പം വീക്കെൻഡൊക്കെ അല്ലേ, അപ്പോൾ സമാധാനമായിട്ട് ഒന്ന് ചില്ലായിട്ട് ചിരിച്ചിട്ട് എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്കുക.